പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാലൂർനാഥ് മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന ഈ സൂം പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വലിയവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതുപോലെ തന്നെ കർത്താവ് നടത്തുന്ന അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളായി കേൾക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആദിയോടന്തം ഉണ്ടാകേണ്ടതിന് നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രാച്ചാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കും. ഇന്ന് രാത്രിയിലും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ ഉണ്ടാകേണ്ടതിന് നാം എല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിയുന്നിടത്തോളം ആദ്യോടന്തം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും വീഡിയോ ഓണാക്കി വെച്ചാൽ കണ്ട് സംസാരിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും നമുക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അനേകര് വന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ ദാസനെ തോമസ് എബ്രാച്ചാനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സൂമിൽ കൂടി ഒന്നിച്ച് കൂടി വരുവാൻ കർത്താവ് അനുവദിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത് അവിടുത്തെ നാമ മഹത്വത്തിനായിട്ട് തീരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും തിരുനാമത്തിന് സ്തോത്രം. ഇനിയും പലരും കൂടി വരുവാനുണ്ട്. അവരും തക്ക സമയത്ത് ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിനാഥം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കർത്താവെ പ്രവർത്തിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുകയും അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് കർത്താവെ, നിന്റെ സന്നിധിയിൽ കൂടി വന്ന് ഞങ്ങൾക്ക് എൽസി ബേബി ആൻറ്റിയുടെ നല്ല സാക്ഷ്യത്തെ കേൾക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആൻറ്റിക്ക് കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനും ബലത്തിനും ദൈവകൃപയ്ക്കും കർത്താവിലുള്ള പ്രാഗൽഭ്യത്തിനുമായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് അറ്റ്ലാന്റയിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ നൽകി അവിടുന്ന് സൂക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യും. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങളെ എല്ലാം ഭരമേൽപ്പിക്കും. ഇൻ്റർനെറ്റും അതുപോലെ മറ്റുള്ള ആവശ്യങ്ങളും കർത്താവ് എല്ലാം ഒരുക്കി തരികയും സഹായിക്കുകയും ചെയ്യണം. സംഗീതത്തിലൂടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. അവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപകളെ നൽകിക്കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് സന്തോഷം അനുഭവിപ്പാനും സ്തോത്രം കരയേറ്റുവാനും അവിടുന്ന് ഇന്നത്തെ മീറ്റിങ്ങിൽ കൂടി അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിലടി ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു തോമസ് എബ്രാങ്കിൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. 145 എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പങ്കെടുക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ഇന്ന് കേൾക്കുവാനുള്ള ഒരു അവസരം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തർ അവറുകൾ 2 ഗാനങ്ങൾ ഇന്ന് ദൈവനാമമഹത്വത്തിനായി ആലപിക്കും. അതിന്റെ പിന്നണിയിൽ പ്രിയ ബിന്നിച്ചാനുമുണ്ട്. ബിന്നിച്ചാനെയും ജെയിംസ് ഷാനെയും ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രി നമ്മളോട് തന്റെ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് പ്രിയ സഹോദരി എൽസി ബേബി ആന്റി ആണ്. വളരെ മാസങ്ങൾക്ക് മുമ്പ്, വളരെ എപ്പിസോഡുകൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസിയുടെ ഒരു അനുഭവം, സാക്ഷ്യം നമുക്ക് പ്രക്ഷേപണം ചെയ്യുവാനിടയായി. അപ്പൊ അനേകര് എന്നെ വിളിച്ച് വീണ്ടും അതിന്റെ ബാക്കി ഉണ്ടോന്നൊക്കെ അന്വേഷിച്ചു.
എന്നല്ല, കാലഘട്ടം കുറച്ച് മുമ്പോട്ട് പോയെങ്കിലും വീണ്ടും അതിന്റെ അടുത്ത അനുഭവങ്ങളൊക്കെ വീണ്ടും കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസിയും മുടങ്ങാതെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. ആ സാന്നിധ്യത്തിനായിട്ട്, ആ സഹകരണത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ആ പുരോഹിതന്മാർ ആ നദിയുടെ നടുവിൽ നിന്ന് ഗോത്രത്തിന് ഒരു കല്ല് എന്ന നിലയിൽ 12 കല്ലെടുത്ത് ആ കരയിൽ കൊണ്ട് നാട്ടിവെച്ച് ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ നാളെ ചോദിക്കുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, മിസ്രയീമിൽ അടിമത്തം അനുഭവിച്ച കാലഘട്ടത്തെക്കുറിച്ചും ദൈവം വിടുവിച്ച കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നീ അവരോട് പറയണം. അതായത് നമുക്കടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ സാക്ഷ്യം തന്നെയാണ്. കഴിഞ്ഞ തലമുറയുടെ സാക്ഷ്യമാണ് ഇന്നത്തെ തലമുറയുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തെ പ്രചോദിതമാക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പല സ്ഥലത്തു നിന്നും പല സന്ദർഭങ്ങളിലും എനിക്കിടയാകുന്നുണ്ട്. ഞാൻ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രിയ സഹോദരിയെയും കർത്താവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ടിട്ട് നമുക്ക് കടന്നു വരാം. കർത്താവിന്റെ ദാസൻ ജെയിംസ് കൊടുതറാൻ ടീമിനെ അതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്നുള്ള ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ വീണ്ടും എനിക്ക് ഇപ്രകാരമായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും നാം അവിചാരിതമായിട്ടാണ് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്, പ്രിയ സന്തോഷ് ബ്രദർ ഓർപ്പിച്ചതുപോലെ പല എന്നുള്ളതല്ല, അനേക സൂം മീറ്റിങ്ങിൽ നടക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ മുടങ്ങാതെ സന്നിഹിതയാകുന്ന ഒരു മാതാവാണ് പ്രിയ എൽസി ആൻറ്റി. അങ്ങനെ ഞങ്ങൾക്ക് പലപ്പോഴും കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും കമൻറ്റുകൾ പറയുകയും അന്യോന്യം പല കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അന്നു മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൽസി ആൻറ്റിയുടെ പ്രോഗ്രാമിൽ, അതായത് എൽസി ആൻറ്റി നടത്തുന്ന അല്ലെങ്കിൽ എൽസി ആൻറ്റിയുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ എനിക്ക് 2 പാട്ട് പാടണം. ഞാനിത് സന്തോഷ് ബ്രദറിനോട് പറഞ്ഞതല്ല, റോയിച്ചാനോട് പറഞ്ഞതല്ല, ഒന്നുമല്ല. എന്നാൽ അത് അവിചാരിതമായി സംഭവിച്ചോ അതോ ദൈവം അതിനൊരു വഴി ഒരുക്കി തന്നു എന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളൂ. അത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. കാരണം എൽസി ആൻറ്റിയുടെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ 2 ഗാനങ്ങൾ പാടുക, ദൈവം ഇന്ന് അതിനെ ഒരു മുഖാന്തരം ഒരുക്കി തന്നു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ഈ കാൽവരിനാഥം മിനിസ്ട്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ റോയിച്ചാനെ, സന്തോഷ് ബ്രദർ, അങ്ങനെ പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ ഗാനങ്ങൾ ആലപിക്കാൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, പ്രിയ സന്തോഷ് ബ്രദറും റോയിച്ചാനും ഇപ്രകാരമുള്ള അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ ഒരു വേദിയിൽ കൊണ്ടുവന്നിട്ട് ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന അനേകർക്ക് ചലനം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ സ്തോത്രത്തോടുകൂടി വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. പ്രിയ മാതാവിൻ്റെ, പ്രിയ എൽസി ആൻറ്റിയുടെ അനേക ലേഖനങ്ങൾ പല മാസികകളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷയോ കേൾക്കുവാനായിട്ട് ഇതിനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. എന്ന് കർത്താവ് അതിനൊരു അവസരത്തെ നൽകി തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നമുക്ക് നൽകി തന്നു. നമ്മളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് കൺമണി പോലെ നമ്മളെ കാത്തുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വഹിച്ച ആ വലിയ ദയക്കായിട്ട്, വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, നമ്മളെ വഴി നടത്തുന്ന ഇടയനാണ്. ഏതൊരു ദൈവ പൈതലിനും ഉള്ള ഒരു പ്രത്യാശയെന്ന് പറയുന്നത്, ദൈവമഹത്വത്തിൽ താൻ ഒരിക്കൽ കടന്നു വരും, ജീവകിരീടത്തെ അവൻ എനിക്കായിട്ട് തരും. അപ്പോൾ ഞാൻ പാടും, നാഥ എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല. ആ ഒരു ഗാനത്തിൻ്റെ വി നാഗൽ അവർകളാൽ രചിക്കപ്പെട്ട സ്നേഹത്തിനിടയനാം യേശുവേ വഴിയും സത്യവും നീ മാത്രമേ, അതിൻ്റെ 2 സ്റ്റാൻസ്. സ്നേഹത്തിനിടയനാം
യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സാധുക്കൾക്കായി വലഞ്ഞലഞ്ഞതും, ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും, പാടുകൾ പെട്ടതും ആർനായക, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ, ജീവകിരീടത്തെ താൻ തരുമ്പോൾ, അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. നാം ഈ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യങ്ങൾ പറയുന്ന ഏതൊരു വ്യക്തിയും പറഞ്ഞു വരുന്നത്, ദൈവം എനിക്ക് നല്ലവനായിരുന്നു. പ്രിയ മാതാവിന്, പ്രിയ എൽസി ആൻറ്റിക്കും പറയുവാനുള്ളത് മാത്രമാണ്, എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, നല്ലവനാണ്, അവനെന്നും എനിക്ക് നല്ലവനാണ്. ഇത്രത്തോളം കാലം ആയുസ്സും ആരോഗ്യം നൽകി കൊടുത്ത് പ്രിയ എൽസി ആൻറ്റിയെ ആ ദേശത്താക്കിയിരിക്കുന്നത്, കർത്താവിൻ്റെ വിശ്വസ്തത എത്രയോ വലുതാണ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് നാം ഇപ്പോഴും കേൾക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്ന എം.ഇ. ചെറിയാൻ സാർ ഇങ്ങനെ എഴുതി, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ഉള്ളം ഒരിക്കലും കലങ്ങിപ്പോകുകയില്ല. എൻ്റെ പ്രിയൻ്റെ പൊന്നുപാദത്തിൽ ഞാൻ കണ്ണുനീരോട് ചുംബിക്കുമ്പോൾ എനിക്ക് പറയുവാനായിട്ടുള്ളത്, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ആ മനോഹരമായ ഗാനത്തിൻ്റെ രണ്ടടികൾ കൂടെ പാടാം. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും എൻ്റെ ദൈവം നല്ലവൻ. നമുക്കേവർക്കും പറയുവാനായിട്ടുള്ളത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം രുചിച്ചറിഞ്ഞിരിക്കുന്നത്, നമ്മുടെ ദൈവം എനിക്ക് ഇന്നും എന്നും വിശ്വസ്തനും നല്ലവനുമാണ്. നമുക്ക് ആ ഗാനം എല്ലാവർക്കും കൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം.
ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. അവങ്കലേക്കു നോക്കിയോർ പ്രശോഭിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. അവങ്കലേക്കു നോക്കിയോർ പ്രകാശിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വന്മതിലായി, ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും പതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വന്മതിലായി, ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും പതിരായി. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും, ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും. കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും, ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും. നഷ്ടമല്ലതൊന്നും നിത്യ ദൈവസ്നേഹത്താൽ, നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം. നഷ്ടമല്ലതൊന്നും നിത്യ ദൈവസ്നേഹത്താൽ, നന്മയ്ക്കെന്നും വ്യാപരിക്കും എനിക്കവയെല്ലാം. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. നൊന്തൊഴുകും കണ്ണുനീർ തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. നൊന്തൊഴുകും കണ്ണുനീർ തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. Thank you so much. താങ്ക് യു ജെയിംസ് ഷാ ആൻഡ് ടീം. ദൈവം നിങ്ങളെ വളരെ അനുഗ്രഹിക്കട്ടെ. വളരെ ഹൃദയസ്പൃക്കായ രണ്ട് ഗാനങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മനിറവോടെ കേൾക്കുവാൻ, പാടുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ അനുഭവത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു വന്ന ഒരു ചരിത്രമാണ് കർത്താവിന്റെ ദാസിയുടെ. നമ്മൾ കാൽവരിനാഥത്തിൽ തന്നെ
ചെറിയ ഒരു സാക്ഷ്യം ഇതിനു മുമ്പ് പ്രക്ഷേപണം ചെയ്യുവാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അത് വീണ്ടും പറയുകയല്ല, എന്നാൽ സാക്ഷ്യം അവസാനിക്കുകയില്ല. കടലിന്റെ ഓരോ തിരകൾ പോലെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഓരോ നിമിഷവും നമുക്ക് സാക്ഷ്യമാണ് ദൈവം തരുന്നത്. അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങൾ. ഓരോ ശ്വാസവും സാക്ഷ്യങ്ങളാണ്. അത് അനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളാണ്. ഒരു സാക്ഷ്യം ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമാണ്, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസിയെ ഇനിയുള്ള സമയം തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാന് വന്നപ്പോൾ ചിരിച്ചുകൊണ്ടാണ് വന്നുവെങ്കിലും എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാൻ കരഞ്ഞുപോയി. കാരണം ദുഃഖം കൊണ്ടല്ല, ദുഃഖവും സന്തോഷവും ഇടകലർന്നുപോയി. ആ പാട്ട്, 2 പാട്ടും കേട്ടപ്പോൾ, ആദ്യം പാടിയ പാട്ട് എൻ്റെ വല്യപ്പച്ചൻ ഞങ്ങൾ ചെറുപ്പം മുതലേ പാടുന്ന ഒരു പാട്ടായിരുന്നു. രണ്ടാമത്തെ പാട്ട് ചെറിയാൻ സാറിന്റെ പാട്ട്. ഈ 2 എൻ്റെ അനുഭവമാണ്. ഞാനൊരു തുറന്ന പുസ്തകമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് പറയാൻ കാരണം, കഴിഞ്ഞ 72 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം, കേരളത്തിലുള്ള മിക്കവാറും എല്ലാവരുടെയും ഭവനത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ലേഖനങ്ങൾ, ഞാൻ 16-ാം വയസ്സിലാണ് ലേഖനം എഴുതി തുടങ്ങിയത്. ഇപ്പോഴും എഴുതുന്നു. പലരും അത് പറയാറുണ്ട്. ഞാനതൊക്കെ മറന്നുപോയെങ്കിലും മറക്കാതെ പലരും ഓർക്കുന്നുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടപ്പോൾ ഞാൻ ഇതിന് അർഹയാണോ, ഞാൻ ആരാ എന്നോർത്തു പോയി. സഹോദരന്മാരെ, എൻ്റെ ജീവിതം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നാണയത്തിന് 2 വശമുണ്ട്. അത് ഒരു പരുപരുത്ത വശമാണ്, നല്ല വശമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും 2 വശമുണ്ട്, അല്ലേ? എൻ്റെ ജീവിതത്തിലെ നല്ല വശങ്ങൾ മാത്രമേ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാൾ പരുപരുത്ത വശങ്ങളുണ്ട്. സവൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ തീരുന്നതല്ല. എന്നാൽ ആ പരുപരുത്ത വശം ഞാൻ എങ്ങനെയാണെന്നൊന്ന് നിങ്ങളോട് ഒന്ന് തുറന്നു കാണിക്കാമെന്നേ ഞാൻ വിചാരിക്കുന്നത്. മുഴുവനൊന്നും പറയാൻ എനിക്ക് സമയമില്ലല്ലോ. അതിന് ആധാരമായിട്ട് ഞാൻ ഇന്നെടുത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന, ബ്രദറിനോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്യം ഇതാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യത്തിൽ നാം വായിക്കുന്ന, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഈ 3 കാര്യങ്ങൾ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം, അല്ലേ? ഞാൻ ഇത് പറയാൻ കാരണം, ഈ 3 കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ 3 കാര്യങ്ങളും പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ പാഠശാലയിൽ നല്ലപോലെ അഭ്യാസം പഠിച്ച് പാസ്സായാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, അല്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ, എപ്പോഴും സന്തോഷിക്കുന്ന എങ്ങനെയാണ്? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷിക്കണം. നമുക്ക് സുഖം വരുമ്പോൾ സന്തോഷിക്കാൻ, ദുഃഖം വരുമ്പോൾ കരഞ്ഞ് പൊട്ടിക്കരേണ്ട അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ സന്തോഷിക്കും? അപ്പോഴാണ് ആ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദുഃഖിക്കരുത്, നീ കർത്താവിൽ സന്തോഷിക്കുക. അതുപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ചെറുപ്പത്തിലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അനുഗ്രഹിക്കണേ, അപ്പനെ അനുഗ്രഹിക്കണേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അതിന് കർത്താവിന്റെ പാഠശാലയിൽ തന്നെ ഞാൻ അഭ്യസിക്കേണ്ടി വന്നു. കർത്താവിന്റെ പാഠശാല എന്ന് പറയുമ്പോൾ അത് കഷ്ടതയുടെ പാഠശാലയാണ്, പീഡനത്തിന്റെ പാഠശാലയാണ്. ആ പാഠശാലയിൽ പഠിച്ച് പുറത്തു വന്നവർക്ക് മാത്രമേ ഈ 3 കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും സ്തോത്രം ചെയ്യുക. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാനാണ് എഫേസ്യർ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് സാധിക്കുമോ? പലപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാം സ്തോത്രം ചെയ്യുമായിരിക്കും. കഷ്ടങ്ങൾ വരുമ്പോൾ സ്തോത്രം ചെയ്യാൻ സാധിക്കുമോ? ആ അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 കാര്യങ്ങളും ഈ ഇത്രയും വർഷം കൊണ്ട്, എൻ്റെ 88 വയസ്സായി എനിക്ക്, ഈ 88 വയസ്സ് വരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ
ആ കർത്താവിന്റെ പാഠശാലയിൽ ഞാൻ പഠിച്ചത് കൊണ്ട് അതിന്റെ ചില അനുഭവങ്ങൾ മാത്രം, അത് എങ്ങനെയാണ് ഞാൻ അത് പഠിച്ചത്, എങ്ങനെയാണ് കർത്താവ് എന്നെ അത് പഠിപ്പിച്ചതെന്നും കൂടെ ഒന്ന് പറയാം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറുപ്പകാലം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അങ്കമാലിയിൽ ഒരു ചെറിയ കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കൃഷിക്കാരായിരുന്നു. പക്ഷെ എൻ്റെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു. ഞങ്ങൾ സാമാന്യം നല്ല നിലയിൽ ജീവിച്ചവരായിരുന്നു. എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നത്. യാക്കോബ സമുദായത്തിൽ നിന്ന് വളരെ പീഡനങ്ങൾ സഹിച്ച് രക്ഷിക്കപ്പെട്ടു വന്ന വല്യപ്പച്ചനാണ് ഞങ്ങളെ വളർത്തിയത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ശാശാന്റെ പള്ളിക്കൂടത്തിൽ എന്നെ വിട്ടായിരുന്നു. കാരണം ഞങ്ങൾ 9 മക്കളുള്ള ഞാൻ 4ാമത്തെ ആയിരുന്നു. മൂത്ത കുഞ്ഞുങ്ങളെ ആശാൻ പള്ളിക്കൂടത്തിൽ വിടും, എന്നെ ഉന്തി വിടും 3 വയസ്സുള്ളപ്പോൾ. അപ്പൊ ആശാൻ മണലിൽ എഴുതിക്കും, ഓലയിൽ എഴുതിക്കും. അങ്ങനെ ഓലയിൽ എഴുതി അക്ഷരം പഠിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ആദ്യമായിട്ട് ഞാൻ വായിച്ചത് വേദപുസ്തകമാണ്. എന്നെ വല്യപ്പച്ചൻ എന്നെ ഇരുത്തി ആ അക്ഷരം തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വേദപുസ്തകം വായിക്കുന്നത് നിർത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 100 പ്രാവശ്യത്തിൽ കൂടുതൽ. ഓർത്ത് നോക്കുക, അതെങ്ങനെ കിട്ടി? എൻ്റെ വല്യപ്പച്ചൻ എന്നെ പഠിപ്പിച്ച, ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച അക്ഷരം വല്യപ്പച്ചൻ വേദപുസ്തകം ആദ്യമായിട്ട് വായിപ്പിച്ച് കേൾപ്പിച്ചപ്പോൾ അത് ഞാൻ അഭ്യസിച്ചു. സ്തോത്രം. അതുപോലെ തന്നെ ഞാൻ 16ാമത്തെ വയസ്സിലാണ് ലേഖനം എഴുതാൻ തുടങ്ങി. എഴുതാനും വായിക്കാനും എനിക്ക് ജന്മനാലൊരു വാസന ഉണ്ടായിരുന്നു. ഞാൻ സാഹിത്യമൊക്കെ വായിക്കുമായിരുന്നു, നോവലുകൾ വായിക്കുമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തു, അത് വാഴ്ത്തി കർത്താവ് തന്നു. അതുകൊണ്ടാണ് 16ാമത്തെ വയസ്സിൽ ലേഖനം എഴുതി. എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും 16 വയസ്സ് മുതൽ 88 വയസ്സ് വരെ മുടങ്ങാതെ ലേഖനം എഴുതിയവരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാണുമായിരിക്കും. എൻ്റെ ജീവിതത്തില് എങ്ങനെയാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്, അതിനുള്ള അനുഭവങ്ങൾ കർത്താവ് തന്നു. ഈ അനുഭവത്തിന്റെ ആരംഭത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഞാൻ 4ാമത്തെ മകളാണ്. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടില് ആദ്യം പെൺകുട്ടികളെ ആദ്യം പഠിപ്പിക്കാറില്ല. 10ാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിപ്പിക്കും. ഞങ്ങൾക്ക് കോളേജിലൊക്കെ വിടാനുള്ള സാധ്യത എൻ്റെ പിതാവിനുണ്ടായിരുന്നെങ്കിലും മാതാവ് വളരെ നിർബന്ധം, 10 ക്ലാസ് പഠിച്ചാൽ ഉടനെ കല്യാണം കഴിക്കുക. എൻ്റെ മൂത്ത സിസ്റ്റർ ഒരാളുണ്ട്. പുള്ളിക്കാരി 17-18 വയസ്സിൽ കല്യാണം കഴിച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കല്യാണം. ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണ്ട. കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. അവർ കന്യാസ്ത്രീ ആവാനാണ് ആഗ്രഹിച്ചത്. എങ്ങനെ കന്യാസ്ത്രീ ആകും? കല്യാണം കഴിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. പുറത്തെങ്ങും പോയിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. അപ്പോഴാരോ പറഞ്ഞു നേഴ്സുമാരെ ആരും കല്യാണം കഴിക്കില്ല. ഞങ്ങളുടെ അന്നത്തെ കാലത്ത് നേഴ്സസിനെ ആരും കല്യാണം കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയോ തിരുവല്ല മെഡിക്കൽ മിഷൻ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, നേഴ്സിങ്ങിന് പോയി ചേർന്നു. നേഴ്സിംഗ് അവിടെ ചെന്നപ്പോൾ അവിടെയും ദൈവം എനിക്ക് ആത്മീയമായിട്ട് എനിക്ക് നല്ല ഒരു അടിസ്ഥാനം കിട്ടി. എൻ്റെ ഭവനത്തിൽ എനിക്ക് നല്ലൊരു അടിസ്ഥാനം കിട്ടി. എന്നാൽ പഠിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു സുവിശേഷകനെ തരണമെന്ന്. പക്ഷെ എനിക്ക് കിട്ടിയത് ആരാണെന്ന് അറിയാമോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. കാരണം ബ്രദറുകാരുടെ മക്കളൊക്കെ ബ്രദറുകാരാണെന്ന് അന്ന് വിശ്വസിച്ചിരുന്ന, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാൻ ബ്രദറുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബ്രദറുകാരുടെ മക്കളൊക്കെ ബ്രദറുകാര്. എൻ്റെ ഫാദറും എൻ്റെ അമ്മായപ്പനും ഒരു ഫ്രണ്ട്സ് ആയിരുന്നു, ബിസിനസ്സുകാരായിരുന്നു. എൻ്റെ അമ്മായപ്പൻ തൻ്റെ മകനെ നന്നാക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിച്ചത്. അതൊക്കെ വലിയൊരു കഥയാണ്. അതും ഞാൻ പറയട്ടെ. കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടില് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് വേറിട്ട് പോയിരുന്ന വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ വളരെ ആത്മീയമായിട്ട്, അന്ന് എനിക്ക് ആദ്യം പ്രായമില്ല, 21 വയസ്സേ ഉള്ളൂ. ഞാൻ കരയാൻ തുടങ്ങി. ആരും അറിയാതെ ദൈവം എനിക്ക് എങ്ങനെയാണ് ശക്തി തന്നു. ഞാൻ കർത്താവിന്റെ പാദത്തിൽ മറിയ കണ്ണുനീരൊഴിച്ച് കഴുകിയതുപോലെ തന്നെ ഞാൻ കർത്താവിന്റെ പാദത്തിൽ കരഞ്ഞ നാളുകളായിരുന്നു. ഭർത്താവ് നല്ല മനുഷ്യൻ, സുന്ദരൻ, വളരെ സ്നേഹം, എന്നാൽ ആഡംബരപ്രിയൻ, ഭക്ഷണപ്രിയൻ, ലോകപ്രിയൻ എന്ന് വേണ്ട പുള്ളിക്കാരൻ വളരെ, ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ പറയോ നല്ല ഇണപ്രാണാണെന്നൊക്കെയാ പറയുന്നത്. അടിപൊളി ജീവിതമാണ്.
വളരെ സുന്ദരമായ ജീവിതം. എന്റെ പാരൻസിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുള്ളിക്കാരനെ. അത്ര സുന്ദരനായ ഒരു മനുഷ്യൻ. പക്ഷേ ആത്മീയനല്ല. ഞാന് 2 കൊരിന്ത്യർ 6-ാം അധ്യായം വിശ്വാസി ഇണയില്ലാപ്പണ കൂടരുത് എന്നുള്ളത് പിന്നെ നിങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പാരൻസ് തമ്മിൽ ആലോചിച്ചു. അങ്ങനെ ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയാൻ ഞാൻ അവസാനം പറയാം. ഞാൻ വളരെ കരഞ്ഞു. എന്തിനാണ് കർത്താവ് എനിക്ക് ഇതൊക്കെ തന്നതെന്ന് ഞാൻ ചോദിച്ചു പോയി. എന്തിനാണ്? പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ ആ പുള്ളി അറിയാതെ, ഞാൻ കരയുന്ന കണ്ട പുള്ളിക്കാരന് ഇഷ്ടമല്ല. പക്ഷെ ആരും അറിയാതെ, ആരോടും പറയാതെ എൻ്റെ അമ്മ എന്നെ കല്യാണം കഴിച്ചുമ്പോ പറഞ്ഞ ഒരു കാര്യം, ഭർത്താവിന്റെ വീട്ടുകാരുടെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പ്രിയമുള്ളവരെ, ഞാൻ അത് പാലിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ മാത്രം കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഡിവോഴ്സ് ചെയ്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ പുള്ളി എക്സ്റേ ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത്, ഞാൻ നേഴ്സിംഗ് പഠിച്ചെങ്കിൽ എന്നെ നേഴ്സിങ്ങിന് വിട്ടില്ല. എൻ്റെ ഫാദർ ഇൻ ലോ പറഞ്ഞു ഇവിടെ നേഴ്സുമാർ വേണ്ട, പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോകണ്ട. അതുകൊണ്ട് എന്നെ വിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് എറണാകുളത്ത് താമസിക്കുമ്പോൾ KG കുര്യച്ചന്റെ ബൈബിൾ ക്ലാസ് ഞാൻ പുള്ളിക്കാരനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം, പക്ഷെ ആത്മീയ വിഷയങ്ങളിൽ ഞാൻ ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ആവില്ല എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ KG കുര്യച്ചന്റെ ബൈബിൾ ക്ലാസ്സിൽ പോയി ബൈബിൾ പഠിച്ച് റോമാലേഖനം പഠിച്ചാണ് എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടു. 6 മാസത്തിന് ശേഷം, എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം അദ്ദേഹം സ്നാനപ്പെട്ട ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണ ദിവസത്തേക്കാൾ കേമമായ ഒരു ദിവസം. പക്ഷേ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, വേദപുസ്തകം ശരിക്കും വായിച്ചിട്ടില്ല, ഒരു പാട്ട് പോലും പാടാൻ അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ വലിയ പാട്ടുകാരി, ചെറുപ്പം തുടങ്ങിയ പാട്ടുകാരി. അതുപോലെ മൾട്ടി ടാലന്റഡ് ഗേൾ. കിട്ടിയ മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കുക, എങ്ങനെ ഒത്തുചേർന്ന് പോകും. ഒരു വിശ്വാസിയോ അവിശ്വാസിയും ചേർന്ന് പോകാൻ വലിയ പ്രയാസമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം എനിക്ക് തന്നത് നന്നായി എന്ന് പറയാൻ കാരണം, അന്ന് മുതൽ, ആ കല്യാണം കഴിച്ച നാൾ മുതൽ ഭർത്താവിന്റെ പാഠശാലയിൽ എന്നെ അഭ്യസിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഇടപെടാതെ പ്രാർത്ഥിക്കാനും കർത്താവ് സന്തോഷിക്കാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കൂട്ടിച്ചേർത്തത്. അതല്ല, ഒരു സുവിശേഷനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ആകാശത്തൂടെ പറന്നു കടന്നേനെ, നെകളിച്ചു പോയേനെ. കാരണം എനിക്ക് പാടാൻ അറിയാം, പ്രസംഗിക്കാൻ എല്ലാം അറിയാം. അപ്പൊ ഞാൻ അഹങ്കരിച്ചു പോയേനെ. എന്നെ അഹങ്കരിക്കാതെ താഴ്മ ധരിപ്പിക്കാൻ വേണ്ടി, എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിന്റെ വിഷയങ്ങൾ എനിക്ക് തന്നത് ഇദ്ദേഹത്തോട് കൂടെ ചേർന്നുകൊണ്ട് വചനം ആർത്തിയോടെ വായിച്ച് പഠിച്ചതുകൊണ്ടാണ് ലേഖനം എഴുതാനുള്ള വിഷയം എനിക്ക് കിട്ടിയത്. ഓർത്തു നോക്കുക, ദൈവത്തിന്റെ വഴി എത്ര അത്ഭുതമാണ്. ഞാൻ വളരെ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ അദ്ദേഹത്തിന്റെ പള്ളിയിൽ കൂടെ ഒഴുകിയിട്ടുണ്ട്. പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ലേറ്റ്ലി മുള്ളുകളുടെ താമര എന്ന് വേണ്ടി ഞാൻ എൻ്റെ അനുഭവം ഒരു പുസ്തകം എഴുതി അതെന്റെ വീട്ടിൽ വായിക്കുമ്പോഴാണ് എൻ്റെ സഹോദരങ്ങൾ പോലും അറിഞ്ഞത്. അയ്യോ, നീ ഇത്രയോ നോക്കുമ്പോഴെല്ലാരും പറയും ഇങ്ങനെ വേണം കല്യാണം കഴിക്കാൻ, എന്തോരു ഇണപ്രാക്കളാണ്, എന്തൊരു സന്തോഷമാണ്, അടിപൊളി ജീവിതമാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണ്. ചുരുക്കി പറയട്ടെ, 1959 എൻ്റെ കല്യാണം കഴിഞ്ഞത്. 61 ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഞാൻ 61 കേരളം വിട്ടു. അതും പറയട്ടെ, 1961 കേരളം വിട്ടതിന് ശേഷം എനിക്ക് മലയാളികളുമായിട്ടോ കേരളക്കാരായിട്ടോ ഞങ്ങൾക്ക് വലിയ ബന്ധമൊന്നും ഇല്ല. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് മക്കളൊക്കെ ഉണ്ടായതും ജനിച്ചതും വളർന്നതും എല്ലാം. അവിടെ പഠനമൊക്കെ വളരെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിലൊക്കെ ആർത്തിയോടെ വരുന്നത്. നിങ്ങളെ കാണാനും, എന്നെ നിങ്ങളെ കാണിക്കാനല്ല, എനിക്ക് നിങ്ങളെ കാണാനും മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാനും വചനം കേൾക്കാനും പഠിക്കാനും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ എന്നെ പ്രതിഷ്ഠിക്കാനൊന്നും അല്ല. ഞാനൊരു തുറന്ന പുസ്തകമാണ്. അത് പോട്ടെ. ഞങ്ങൾ 61 നോർത്ത് ഇന്ത്യയിൽ പോയി. ഭർത്താവിനെ അറിയാമല്ലോ, മര്യാദക്കാരനാണ്, കള്ളുകൂടി അങ്ങനെ ഒന്നും ഇല്ല.
അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂവിനാണ് പോയത്. അവിടെ ചെന്നപ്പോ മെഡിക്കൽ ഓഫീസർ എന്നോട് ആരോ പറഞ്ഞു ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്നെ കണ്ടപ്പോ അന്നും ചെറുപ്പമാണ്, ജോലി ചെയ്യണോന്ന് ചോദിച്ചു. എനിക്ക് വേണോന്ന് ഞാൻ പറഞ്ഞു. നാളെ തുടങ്ങി ജോലിക്ക് പൊക്കോളാം. എന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല, എന്നോട് ഒന്നും ചോദിച്ചില്ല. എന്നോട് നാളെ തുടങ്ങി ജോലി. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ യാതൊരു ഇന്റർവ്യൂ ഇല്ലാതെ എന്നെ എടുത്തു. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരാഴ്ചക്ക് ഹിന്ദി പഠിക്കണം. അവിടെ ഹിന്ദിയാണ്, നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിയാ. ഞാൻ ഒരാഴ്ചക്ക് ഹിന്ദി പഠിച്ചു. എന്തിനു വേണ്ട അന്ന് തുടങ്ങി നഴ്സിംഗ് പഠിച്ചു. നഴ്സിംഗിൽ എനിക്ക് വളരെ ഉന്നത ഉദ്യോഗം കിട്ടി. ഞങ്ങളിങ്ങനെ പഠിച്ചു. ചെന്ന സ്ഥലത്ത് വിശ്വാസികളാകട്ടെ ഒരു കൂട്ടായ്മയാകട്ടെ ഒന്നുമില്ല. ജോലിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. സുഖമായി ജീവിക്കുന്നു. മക്കൾ 3 എനിക്ക് വളരെ ഭയം തോന്നി. എല്ലാം ഉണ്ട്, എല്ലാരും വരുന്നുണ്ട്. പക്ഷേ ദൈവമക്കളുമായുള്ള കൂട്ടായ്മയില്ല. ഞാൻ ഒരു മരുഭൂമിയുടെ അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞ് ഞാൻ ദിവസം 2 കാര്യം പ്രാർത്ഥിച്ചു. ഒന്ന്, എനിക്ക് പരീക്ഷ തരണം, പരിശോധന തരണം. കാരണം ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ പരിശോധനയുണ്ട്. എനിക്ക് ഒരു പരിശോധനയുമില്ല. ഞാൻ നിന്റെ മകളാണെങ്കിൽ എനിക്ക് പരിശോധന തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിക്കയില്ലായിരിക്കും, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 2, ദൈവമക്കൾ 4 പേർ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കണം. ഈ 2 പ്രാർത്ഥന അന്ന് മുതൽ 1964 ഞാനിത് പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധന അടിക്കടി വന്നു. അതിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറയട്ടെ. എന്റെ ഭർത്താവ് മിടുക്കനായതുകൊണ്ട് പുള്ളിക്കാരന് പല ശത്രുക്കൾ അന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏതോ ഒരു കാര്യത്തില് ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ ഓഫീസറിന് എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമായിട്ട് വിശ്വസ്തനായിട്ട് ഏതോ ഒരു കാര്യത്തിൽ സംശയം തോന്നത്തക്ക വിധത്തിൽ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം മെഡിക്കൽ ഓഫീസർ പോയി, നാളെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. പുള്ളി പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? യശയാപ്രവചനം 41:10 ഞാൻ വേദോസ്ത എടുത്തു വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ആ വാക്യം 7 വാക്തത്വങ്ങൾ ഒരു വാക്യത്തിലുള്ള ഒരു വാക്യം, നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ ലജ്ജിപ്പിക്കയില്ല എന്നുള്ള ആ വാക്യം ഞാൻ വായിച്ച് പുള്ളിക്കാരനും ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ മെഡിക്കൽ ഓഫീസറിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പുള്ളിക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്നെ സംശയം ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം നിനക്ക് എന്നെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ബേബി ബാബു, ഹിന്ദിയിലാണ് പറഞ്ഞത്, നീ എനിക്ക് എൻ്റെ മകനെ പോലെയാണ്. എനിക്കൊന്നും വേണ്ട, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എണ്ണ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ടു. നോക്കുക പ്രാർത്ഥനയുടെ ശക്തി. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തി ഇതാണ്. അങ്ങനെ എൻ്റെ ഭർത്താവിനെ പ്രാർത്ഥനയുടെ ശക്തി പഠിപ്പിക്കാൻ പല അനുഭവങ്ങൾ ഞങ്ങൾക്ക് അന്ന് അവിടെ ഉണ്ടായി. മധ്യപ്രദേശിൽ വെച്ച് ഒരിക്കൽ തനിക്കൊരു അനോണിമസ് ലെറ്റർ, മലയാളികളായ കുറെ ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം എൻ്റെ ഭർത്താവിനോട് വിരോധം തോന്നി. ഒരു അനോണിമസ് ലെറ്റർ അയച്ചു, നിന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ്. അന്ന് ഞാൻ അവിടെ ഇല്ല, എന്നെ ഏതോ ഒരു കോഴ്സിന് വേണ്ടി ദൂരെ അയച്ചിരിക്കുകയായിരുന്നു. പുള്ളി പേടിച്ചു പോയി. അയ്യോ, ഇങ്ങനെ എനിക്ക് എഴുത്തു വന്നു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഭയപ്പെടുന്നത്? 125 സംഗീതം 1 വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ വീഴാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു എന്ന വാക്യം ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. ഞാൻ അന്ന് ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറിന് ഞാൻ എഴുത്തയച്ച, എൻ്റെ ഭർത്താവ്, ഞാൻ ഇവിടെ അകലെയാണ്, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആയിരിക്കും ഉത്തരവാദി. അദ്ദേഹം വേഗം എൻ്റെ ഭർത്താവിനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി SP വിളിച്ചു, പോലീസുകാരെ എൻ്റെ ഭർത്താവിന് കാവൽ നിർത്തി. ആർക്ക് അദ്ദേഹം അവിടെയുള്ള മലയാളികളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു, ആരെങ്കിലും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ കണ്ട അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ് ഒന്ന് ഓർത്തു നോക്കുക. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രാർത്ഥന എങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇത് കഴിഞ്ഞ് പ്രാർത്ഥന ദൈവം കേട്ടു. അവിടെ നിന്ന് ഞങ്ങളെ മധ്യപ്രദേശിൽ ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അതും പ്രൊമോഷനോടുകൂടെ ഞാൻ സിസ്റ്റർ ട്യൂട്ടറായി. എന്നെ ഭൗതികമായിട്ട് ദൈവം ഉയർത്തുന്നുണ്ടായിരുന്നു, എന്നാൽ കണ്ണുനീർ താഴ്വരയിൽ കൂടെയാണ്.
അതിൻ്റെ ഇടയില് ഒരിക്കലും എനിക്ക് വളരെ നിരാശ തോന്നത്തക്ക ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ഭർത്താവിൽ നിന്ന് തന്നെയാണ് എനിക്കുണ്ടായത്. ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത വരെ എൻ്റെ മനസ്സിൽ വന്നു. 3 മക്കൾ, കുഞ്ഞു മക്കൾ, ഞങ്ങൾ ചെറുപ്പമാണ്, എല്ലാം ഉണ്ട്. ഞാൻ ഒരു രാത്രി മുഴുവൻ പുറത്ത് വരാന്തയിലിരുന്ന് കണ്ണുനീരൊഴുക്കി വലിയവായിൽ ഞാൻ കരഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇനി ജീവിക്കണ്ട, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. നോക്കുക, പുറത്ത് ഇടിവെട്ടി മഴ പെയ്യുന്നു. അതിനേക്കാൾ വലിയ കണ്ണുനീർ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് 27-ാം സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിലെ ഒരു പാട്ട്, യേശുവൻ സംഗീതൻ ബലമാകുന്നു എന്നൊരു പാട്ട്, ആ പാട്ടിന്റെ അടി പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹൃദയത്തിൻ ഖേദമൊക്കെ ഞാൻ തീർത്തു തരും എന്ന് പറഞ്ഞ് ഒരു അടിയുണ്ട്, ആ പാട്ടിന്റെ അടി. ആ അടി എൻ്റെ മനസ്സിൽ എങ്ങനെയോ വന്നു. ഞാൻ ആ പാട്ട് അവിടെ ഇരുന്ന് പാടി. എൻ്റെ കണ്ണുനീർ എങ്ങനെ തോർന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതിനുശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു ദുശ്ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, പക്ഷെ ആരും അത് അറിഞ്ഞിട്ടും ഇല്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ആരോടും ഞാൻ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടും ഇല്ല. കാരണം അത്രമാത്രം കർത്താവുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടായി. കർത്താവിന്റെ പാഠശാലയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കർത്താവ് എനിക്ക് തന്നത്. എന്തിന്? ഭർത്താവിനെ നന്നാക്കാനാണ് എന്നെ കല്യാണം കഴിച്ചെങ്കിൽ എന്നെ നന്നാക്കാൻ വേണ്ടിയായിരുന്നു ആ ഭർത്താവിനെ ദൈവം എനിക്ക് തന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെയധികം അതിനുശേഷം സന്തുഷ്ടമായി മക്കളെ വളർത്തി ഞങ്ങൾ ജബൽപൂർ എന്ന സ്ഥലത്ത് പോയി. അവിടെ അനേക വിശ്വാസികളുടെ കൂട്ടായ്മ ഞങ്ങൾക്കുണ്ടായി. അതെന്റെ ഭർത്താവിന് അനുഗ്രഹമായി തീർന്നു. എൻ്റെ ഭർത്താവ് സ്ലോലി ചെറിയ തനിക്ക് ഒരു പാട്ടൊന്നും പാടാൻ അറിഞ്ഞുകൂടായിരുന്നു. എന്തതിശയമേ എന്നുള്ള പാട്ടിന്റെ ആദ്യത്തെ അടി പോലും ശരിക്കും പാടാൻ അറിഞ്ഞുകൂടായിരുന്നു. വേദത്തിൽ ഒരു വാക്യം പോലും പുള്ളിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഞ്ഞു മക്കളായി, മക്കളെ പഠിപ്പിക്കണം. എന്നോട് പറഞ്ഞു, നീ മക്കളെ പഠിപ്പിച്ചാൽ മതി. ഞാൻ വീട്ടില് മക്കളെ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, നിരന്തരം കുടുംബ പ്രാർത്ഥന, ആത്മീയ ജീവിതത്തില് മക്കളെ വാക്യങ്ങൾ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊക്കെ ഞാൻ തന്നെയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് വളരെ അനുഗ്രഹമായിട്ട് ചെയ്തു തന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതം വളരെ അനുഗ്രഹമായി പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയ്ക്ക് പോണം. എനിക്ക് വെളിയിൽ പോകണ്ട, എന്നാൽ എൻ്റെ ഭർത്താവിന് വെളിയിൽ പോകണം. എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്നു. അന്ന് എന്നോട്, ഞാൻ നേഴ്സായതുകൊണ്ട് എന്നോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞതായിരുന്നു. എന്നാൽ എനിക്ക് പോകണ്ട, ഞാൻ കരഞ്ഞു. അങ്ങനെ ഞാൻ പോകാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകാനായിട്ട് നഴ്സുമാർക്ക് വലിയ പ്രയാസം. അന്ന് 70s ഈ പറയുന്നത്. എനിക്കൊരു ആപ്ലിക്കേഷൻ ആരോ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട. പക്ഷെ എൻ്റെ ഭർത്താവുമായ എന്നും വഴക്കാ. പുള്ളി തന്നെ എനിക്ക് പാസ്പോർട്ടൊക്കെ എടുത്തു തന്നു. ഞാൻ ആ പാസ്പോർട്ട് തിരിച്ചയച്ചു. എനിക്ക് പാസ്പോർട്ടൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ വളരെ യുദ്ധം, ഒരു വർഷത്തോളം ഞങ്ങൾക്ക് നല്ല ജോലി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ട് അവിടെ സ്കൂൾ ഓഫ് നഴ്സിംഗ് പഠിപ്പിക്കുന്നു. പുള്ളി ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലിയുണ്ട്. ഞാൻ രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്. ഞങ്ങൾ സുഖമായി ജീവിക്കുന്നത്. എന്തിനാണ് ഇനി അമേരിക്കയിലൊക്കെ പോകുന്നത്? എന്നാൽ പുള്ളിക്ക് അങ്ങനെയല്ല, ആഡംബരമായിട്ട് ഒന്നുകൂടെ ഉല്ലാസമായി ജീവിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിവേ, എൻ്റെ കസിനെ കൊണ്ടുപോയി ഞങ്ങൾ പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞ, അവളെ അമേരിക്കയിലേക്ക് അയക്കാനായിട്ട് ഫയൽ ചെയ്യാൻ ഞങ്ങൾ ബോംബെക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവ് ആ പേപ്പറും കൂടെ, എൻ്റെ പേപ്പറും കൂടെ എനിക്ക് എടുത്തു തന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഫയൽ ചെയ്തു. ചുരുക്കി പറഞ്ഞ, അവക്ക് കിട്ടിയില്ല. വിസ വന്നപ്പോ എനിക്ക് വിസ വന്നിരിക്കുന്നു. ഞാൻ ഓർത്ത് എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്കി, എന്ത് മണ്ടിയാ. അന്നൊക്കെ അമേരിക്കയ്ക്ക് പോകാൻ ഓരോരുത്തർ കൊതിച്ച് നടക്കുമ്പോൾ ഈ അമേരിക്കയിൽ കിട്ടിയിട്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കളിയാക്കി. അങ്ങനെയാണ് ഞാൻ അമേരിക്കയിൽ വന്നത്. 1976 അമേരിക്കയിൽ വന്നത്. അതും ദൈവഹിതമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ വന്നു, ആദ്യകാലങ്ങളോ ഞാൻ തന്നെയാണ് വന്നത്. പിന്നെ എത്രയോ 6 മാസം കഴിഞ്ഞാണ് ഭർത്താവിനെയും മക്കളെയും കൊണ്ടുവരാൻ പറ്റിയത്. ആ സമയത്തൊക്കെ ജോലിക്ക് വലിയ പ്രയാസമാണ്. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നഴ്സുമാർക്ക് ജോലിക്ക് വലിയ പ്രയാസമായിരുന്നു. ഇവിടുത്തെ പരീക്ഷ പാസ്സാവണം, പല നിയമങ്ങളാണ്. ഞാൻ വളരെയധികം കരഞ്ഞു. അന്ന് 27-ാം സംഖ്യ ഒരു 3 മാസം ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പോന്നപ്പോൾ
ഞാൻ അമേരിക്കയിൽ പോയതുകൊണ്ട് എന്റെ ഭർത്താവ് നാട്ടിൽ അമേരിക്കക്കാരനെ പോലെ അങ്ങ് ജീവിക്കുക. പുള്ളിക്കാരന്റെ വിചാരം അമേരിക്കയിൽ ചെന്നു ഡോളറൊക്കെ വാങ്ങി പണം ചാക്കിൽ കെട്ടിഞ്ഞ് വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല. എനിക്ക് ജോലി ഇല്ലായിരുന്നു. 27-ാം സങ്കീർത്തനം ഞാൻ ഒരിക്കൽ വളരെയധികം കരഞ്ഞു, കർത്താവിനെ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചത്? ധനം സമ്പാദിക്കാനാണോ? എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. അറിയാമോ? ഞാൻ അത് വായിക്കാം. 27-ാം സങ്കീർത്തനം തന്നെ. ആ 27-ാം സങ്കീർത്തനം എന്റെ ജീവിതമായിരുന്നു ആണെന്ന് പറയാം. 27-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഈ വാക്യം എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാനത് വായിച്ചപ്പോൾ എന്റെ കണ്ണുനീർ തോർന്നു. എന്തിനു പറയുന്നു? പിറ്റേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് എന്നെ കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടി. അങ്ങനെ അമേരിക്കയിൽ ഭർത്താവും മക്കളും ഒക്കെ വന്നു. ഞങ്ങൾ സുഖമായ ജീവിതം ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഭർത്താവ് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഒരു ആത്മീയനായി തീർന്നത്. എത്ര വർഷം കഴിഞ്ഞു നിങ്ങൾ ഒന്ന് എണ്ണി നോക്കുക. 59-ൽ കല്യാണം കഴിച്ചതാണ്. 76-ലാണ് അമേരിക്കയിൽ വരുന്നത്. മധ്യപ്രദേശിൽ വെച്ച് അല്പമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കയിൽ വന്നതിന് ശേഷം വളരെയധികം പരിശോധന കൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. എന്റെ സമയം ഓടിപ്പോകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചോടിച്ച് പറയുകയാണ്. എൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ പുള്ളി വേഗം തളർന്നു പോകും. ഭയപ്പെടുന്ന ഒരു സ്വഭാവം. വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. എന്നെ അടിക്കുകയോ തല്ലോ കൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അദ്ദേഹം ഒരു ആത്മീയനല്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആത്മീയമായിട്ട് വളരുന്നു. എൻ്റെ ഫാദറിൽ എപ്പോഴും പുള്ളിക്കാരനെ ഓർപ്പിക്കേട, നീ അവളെ ദുഃഖിപ്പിക്കരുത്, എന്നെ വെളിച്ചം കാണിച്ചതെന്ന് അവളാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ച എൻ്റെ അമ്മായപ്പനാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ട് പുള്ളിക്കാരന് ഭയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നെ വളരെ സ്നേഹമായിരുന്നു. എന്നാൽ ആത്മീയ വിഷയങ്ങൾ, പുള്ളിക്ക് ലൗകിക വിഷയങ്ങൾ, പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ ആർഭാടമായി ജീവിക്കണം, വലിയ കാറ് വാങ്ങണം, വീട്, ഇങ്ങനെയുള്ള കാര്യം എനിക്കതൊന്നും ഇല്ല. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവം. അത് പോയിച്ചു പോകാൻ പ്രയാസമുള്ള ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ പ്രാപ്തന നമ്മൾ ആ സ്നേഹത്തിനിടെയാണ് യേശു എന്നുള്ള പാട്ടും ദൈവം നല്ലതെന്നുള്ള ആ 2 പാട്ടും എൻ്റെ അനുഭവമാണ്. ആ 2 പാട്ടും പാടിയാൽ മതി. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് പരിശോധനകൾ വരുന്ന നമ്മെ പരീക്ഷിക്കാനല്ല, നമ്മെ കൊന്നുകളയാനല്ല, നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, ഈ നാള് മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവമായ പാഠശാലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അന്നും ഞാൻ ലേഖനങ്ങൾ എഴുതുമായിരുന്നു, സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു, എല്ലാം ഉണ്ട്. അമേരിക്കയിൽ ചെന്നതിന് ശേഷം എൻ്റെ ഭർത്താവിന് ആത്മീയമായിട്ട് ഒന്നുകൂടെ വളരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതും അങ്ങനെയാണ്. താൻ ആത്മീയനായി, ശരിക്കും ആത്മീയനായിട്ട്, അതിനു മുമ്പൊക്കെ ആത്മീയനായിരുന്നു, അല്ലെന്നല്ല, എന്നാൽ ശരിക്ക്. എന്നാൽ ഞങ്ങൾ വന്നു. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഇവാഞ്ചലിസ്റ്റ് ഒക്കെ വന്നാലും ഞങ്ങളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്ന. പുള്ളി വളരെ എന്താ പറയേണ്ടത്, സൽക്കാരപ്രിയ എന്ന് പറഞ്ഞാൽ പറയണ്ട. ആരെങ്കിലും സഹോദരന്മാർ വന്നാൽ അവർക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അവരെ സൽക്കരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുക, അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ പുള്ളി ആത്മീയമായിട്ട്. അതിൽ സഭയിൽ ഞങ്ങൾ കൂടി വന്ന സഭയിൽ, ഒരു മലയാളികളുടെ സഭയിലാണ് ഞങ്ങൾ ആദ്യം കൂടി വന്നത്. അവിടെ സഭയിൽ ആദ്യം പേരൊന്നും ഇല്ലായിരുന്നു. അവിടെ തനിക്ക് ചില കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പരിശോധന ഉണ്ടായി. കാരണം ഞങ്ങളുടെ മക്കളൊക്കെ കുഞ്ഞു പിള്ളേരായിരുന്നു. എൻ്റെ മൂത്ത മകൻ, അവന് 10-15 വയസ്സുള്ളപ്പോഴാണ് അവിടെ വരുന്നത്. മറ്റതിൻ്റെ താഴെ 2 പിള്ളേർ. ഞങ്ങൾക്ക് 3 മക്കളായിരുന്നു. മകൻ അവിടെ ചെന്ന് പിന്മാറ്റത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പക്ഷേ അവൻ ഹൈസ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും അവൻ പിന്മാറ്റത്തിൽ പോയി. പിന്മാറ്റത്തിൽ പോകാൻ ഒരു കാരണം, അവന് 19 വയസ്സുള്ളപ്പോൾ അവനൊരു കാറ് ചോദിച്ചു.
എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഞാൻ പിള്ളേർക്ക് അങ്ങനെ ആവശ്യമില്ലാന്നൊന്നും മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ല. എന്നാൽ അവന് എൻ്റെ ഭർത്താവ് ഒരു സ്പോർട്സ് കാർ വാങ്ങിച്ചു കൊടുത്തു, പുതിയ കാറ്. ആ കാറ് കൊണ്ട് അവൻ പിന്മാറ്റത്തിൽ പോയി. കരഞ്ഞ് 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 മുട്ടുമേൽ നിന്ന് മണിക്കൂറുകളോളം കണ്ണുനീരൊഴിക്കേണ്ടി വന്നു എൻ്റെ മകന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി. എന്ന് ഓർത്തു നോക്കുക, മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവൻ പിന്മാറ്റത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. വളരെയധികം കരയേണ്ടി വന്നു. സ്തോത്രം, അവനെ ദൈവം കൊണ്ടുവന്നു. അതൊരു വിഷയം. രണ്ടാമത് മക്കൾ വലുതായി. രണ്ടാമത് എൻ്റെ മകളാണ്, 2 പെൺമക്കളാണ്. മൂത്ത മകള്, അവൾ വളരെ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി, മിടുക്കിയാണ്. അവൾ ആത്മീയമായിട്ട് അവളുടെ കോളേജിലൊക്കെ അവൾ എപ്പോഴും പ്രാർത്ഥിക്കാനും പ്രയർ ഗ്രൂപ്പൊക്കെ തുടങ്ങി. OM ടീമിൽ പോകണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിട്ടില്ല, കാരണം OM ടീമിൽ പോയാൽ കല്യാണം കഴിക്കാൻ നിൽക്കണമല്ലോ. എന്തിനു പറയുന്നു, ചുരുക്കി പറഞ്ഞ അവൾക്ക് ക്യാൻസർ. ഒന്ന് ഓർത്ത് നോക്ക്, ഞെട്ടിപ്പോയി. അവൾക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ വളരെയധികം കരഞ്ഞു. ഡോക്ടർമാർക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചു. അവളെ കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ച്, പാട്ടുപാടാൻ എല്ലാത്തിനും പഠിക്കുക ഒരു പെൺകുട്ടി. അവളുടെ കോളേജ് കഴിഞ്ഞ് അവൾ അമേരിക്കയിലെ ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടി. അവൾ MSW പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്തെന്ന് ഓർത്ത് നോക്കുക. ദൈവത്തിന്റെ പാഠശാലയിൽ ഞങ്ങൾ വളരെയധികം കരഞ്ഞു. ഞാൻ അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തിനാണ് അവളെ എടുക്കുന്നത്, എന്നെ അങ്ങ് എടുക്കരുതോ. അന്ന് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അവളെ ഏൽപ്പിച്ച ജോലി അവൾ തീർത്തു, ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുകയാണ്. നിന്നെ ഏൽപ്പിച്ച ജോലി തീർക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. പ്രിയമുള്ളവർ, 88 വയസ്സായി. എന്നെ എന്തുകൊണ്ടാണ് ദൈവം വിളിക്കാത്തത്? എൻ്റെ വേല ഞാൻ തീർത്തിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. അന്ന് കർത്താവ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് 3 മാസേ ജീവിച്ചുള്ളൂ, കടന്നുപോയി. അവൾ വളരെ സന്തോഷത്തോടെയാണ് കടന്നുപോയത്. അവൾ പറഞ്ഞു, എൻ മനമേ ഹോയ, അവൾ മലയാളം അറിഞ്ഞുകൂടാ, എൻ മനമേ ഹോയ വാഴ്ത്ത എൻ്റെ സർവാന്തരംഗവുമേ, എൻ്റെ ഉള്ളിലുള്ള ക്യാൻസർ സെല്ലുകളെ നിങ്ങളും യഹോവയെ വാഴ്ത്തുക എന്നവൾ പാടി. അങ്ങനെ അവൾ സന്തോഷത്തോടുകൂടെ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തന്നെ അവിടെ അടുത്തുള്ള പേഷ്യൻസിനോട് അവൾ സുവിശേഷം പറഞ്ഞു. അവസാനം അവരുടെ അന്ത്യ ദിവസം വന്നപ്പോൾ പപ്പ പ്രാർത്ഥിക്കും. പപ്പയ്ക്ക് ഒട്ടും മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അവളുടെ വിയോഗം ദുഃഖമാണ്. പപ്പ കരഞ്ഞു നിൽക്കുമ്പോൾ അവൾ പറയാം, പപ്പ പ്രാർത്ഥിക്കും, ഞാൻ പോകുക. ചോദിച്ചു, മോളെ നീ എങ്ങോട്ടാ പോകുന്നേ? പപ്പ, ഞാൻ സ്വർഗത്തിലേക്ക് പോവുക, ഞാൻ അവിടെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം അവൾ നോക്കി കണ്ണടച്ചു പോയി. അവൾ മരിച്ചു ഞാൻ ഒരിക്കലും പറയില്ല, അവൾ പറന്നുപോയി. അവൾ ഇന്ന് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം പാട്ട് പാടുന്നു. നല്ല പാട്ടുകാരിയായിരുന്നു. അങ്ങനെ അവളുടെ വിയോഗം ഒന്ന് നോക്കുക, എത്രമാത്രം കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം വീണ്ടും ഇതൊക്കെ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഈ സമയങ്ങളിലൊക്കെ ഭർത്താവ് ആത്മീയമായിട്ട് വളരെ വളർന്നു. സഹോദരന്മാരെ, ഇന്ത്യ ഗോസ്പൽ അസംബ്ലിയിൽ ഒരു എൽഡറായി തീരുവാനുള്ള ഭാഗ്യം എൻ്റെ ഭർത്താവിനുണ്ടായി. ഒരു എൽഡറായി തീർന്നു. ദൈവമില്ലാതിരുന്ന ഒരു മനുഷ്യൻ ഒരു സഭയിലെ എൽഡറായെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക. താൻ എന്നും രാവിലെ ഏർലി മോർണിംഗിൽ, ഞായറാഴ്ച രാവിലെ ആദ്യം സഭയിലെത്തുന്ന എൻ്റെ ഭർത്താവാണ്. അവിടെ ചെന്ന് ക്ലീനൊക്കെ ചെയ്ത് ബാത്റൂം വരെ ക്ലീൻ ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ട് പുള്ളിക്ക്, അതുപോലെ ഇത് അതിഥികളെ സൽക്കരിക്കുക, ദൈവമക്കൾക്ക് കൊടുക്കുക, ഇതെല്ലാത്തിലും എൻ്റെ ഭർത്താവിനെ ദൈവം മാന്യനാക്കി തീർത്തു. അറിയാമോ? അങ്ങനെ അവിടെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ഹാർട്ടിന് പ്രോബ്ലം. 11 സ്റ്റെന്റ്, നിങ്ങൾക്ക് അറിയാമോ എനിക്ക് അറിഞ്ഞൂടാ. ഹാർട്ടിന് ബ്ലോക്ക് വരുമ്പോൾ സ്റ്റെന്റ് ഇടും. ആകെ കൂടിയ 2-3 സ്റ്റെന്റ് ഇടാറുള്ളൂ, കൂടിയാൽ. എൻ്റെ ഭർത്താവിന്റെ ഹാർട്ടിൽ 11 സ്റ്റെന്റ് ഇടേണ്ടി വന്നു. ഓരോ പ്രാവശ്യം ഇട്ട് 6 മാസം കഴിയുമ്പോഴേക്കും പുള്ളിക്ക് പിന്നെയും ഹാർട്ട് അറ്റാക്ക്. അങ്ങനെ വന്ന് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞു ന്യൂയോർക്കിൽ വെച്ച്. അങ്ങനെ ഞങ്ങളുടെ ജോലി അവിടെ തണുപ്പ് കാലത്തും തണുപ്പും ചൂടൊക്കെ പ്രയാസമാണ്. എന്നാൽ അങ്ങനെ റിട്ടയർമെന്റ് എടുത്ത് ഞങ്ങൾ ന്യൂയോർക്ക് മുഴുവൻ തണുപ്പും സ്നോ ആയതുകൊണ്ട് അറ്റ്ലാന്റയില് വളരെ തണുപ്പില്ലാത്ത ചൂടുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് അറ്റ്ലാന്റയിൽ വന്നു. ഇവിടെ വന്നപ്പോഴും തനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു. അതും കൂടെ ഞാൻ പറയാം, എനിക്ക് സമയമുണ്ടോ?
എനിക്ക് പിന്നെ ഒരു സർജറി, ഒരു ബൈപ്പാസ് ന്യൂയോർക്ക് കഴിഞ്ഞതാണ്. ഇവിടെ വന്ന് 5 ബ്ലോക്ക് ഒരു ബൈപ്പാസ് എറിയേണ്ടി വന്നു. ബൈപ്പാസ് കഴിഞ്ഞു, യൂണിറ്റി കൊണ്ടുവന്നു, ട്യൂബൊക്കെ ഇട്ടു. പിറ്റേ ദിവസം സാധാരണ ട്യൂബ് എടുക്കാൻ വന്നപ്പോൾ പുള്ളി അൺകോൺഷ്യസ്. 5 ദിവസം അൺകോൺഷ്യസ് ആയി കിടന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തോന്നുന്നില്ല, ബ്രെയിനിനകത്ത് സ്ട്രോക്ക് വന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു ബ്രെയിനകത്ത് സ്ട്രോക്ക്, ഞാൻ കാർഡിയോളജി നേഴ്സാണ്, ഞാൻ ഹാർട്ടിയാക് യൂണിറ്റിലെ നേഴ്സായിരുന്നു. അതുകൊണ്ട് ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ബ്രെയിനകത്ത് സ്ട്രോക്ക് ആണെങ്കിൽ വെജിറ്റബിൾ ആയിട്ട് ഇങ്ങനെ കിടക്കും, എത്ര നാൾ കിടക്കും എന്ന് അറിഞ്ഞുകൂടാ. ആരുമില്ലാത്തപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തരുന്നെങ്കിൽ ഒരു ആരോഗ്യമുള്ള പുരുഷനെ തരിക, അല്ലെങ്കിൽ നീ ഇന്ന് തന്നെ എടുക്കണം. ഇത് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അദ്ദേഹം കണ്ണു തുറന്നു. 3 വർഷം ഞങ്ങൾക്ക് തന്നു, 3 വർഷം നീട്ടി തന്നു. ആ 3 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം. ഈ സമയത്ത് ഞാൻ മക്കളൊക്കെ കല്യാണം കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ചെറിയ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ. എന്നും രാവിലെ എഴുന്നേറ്റ് കിടക്കയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ വേദോസ്തം വായിക്കും, അന്യോന്യം ഷെയർ ചെയ്യും. ഞങ്ങളുടെ ആത്മീയമായിട്ടും ഭൗമികമായിട്ടും ലൗകികമായിട്ടും ഞങ്ങൾക്ക് 3 വർഷമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷം. അങ്ങനെ 2009 ജനുവരി 14 കർത്താവിന്റെ സന്നിധിയിലേക്ക് എൻ്റെ ഭർത്താവ് ചേർക്കപ്പെട്ടു. എൻ്റെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം എന്നെ അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി ആയിരുന്നു എന്നെ കല്യാണം കഴിച്ചതെങ്കിൽ തെറ്റിപ്പോയി. എന്നെ നന്നാക്കാൻ വേണ്ടിയാണ്, എന്നെ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ കർത്താവ് എന്നെ ഈ ഇദ്ദേഹത്തോടു കൂടെ ചേർത്തത്. ഞാൻ ദൈവത്തിന് 50 വർഷം ഞങ്ങളുടെ വിവാഹ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവം അനുഗ്രഹിച്ച് എന്നെ ഇത്രത്തോളം നിലനിർത്തിയത് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നത് കൊണ്ടാണ്. പല കാര്യങ്ങൾ താഴ്മ ഞാൻ പഠിച്ചു. ഈ വേദോസ്തം ഞാൻ പറഞ്ഞില്ലേ 100 പ്രാവശ്യത്തിൽ കൂടെ വായിക്കാൻ കാരണം എന്താണ്? എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എൻ്റെ കർത്താവിന്റെ പാദത്തിൽ മറിയ കണ്ണുനീരൊഴിച്ചതുപോലെ തന്നെ കർത്താവിന്റെ പാദത്തിൽ കണ്ണുനീർ ഇപ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്ക് ഒരല്ലലും ഇല്ല. ഞാൻ 5-6 പ്രാവശ്യം വീണു, തലയൊക്കെ പൊട്ടി, അതൊക്കെ വേറെ വിഷയം. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇരുന്ന് നിങ്ങളോട് എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു അവസരം കൂടെ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഇത്രയും ധൈര്യമായി ഒരു കള്ളത്തരവും ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവം എന്നെ നടത്തിയ വഴി ഒരുപാട് പറയാനുണ്ട്. ഞാൻ വളരെ വെട്ടിച്ചുരുക്കിയാണ് ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. കാരണം കർത്താവിന്റെ പാഠശാലയിൽ, കർത്താവിന്റെ കഷ്ടം അല്ലെങ്കിൽ പീഡനങ്ങൾ നിറഞ്ഞ പാഠശാലയിൽ ദൈവം എന്നെ അഭ്യസിപ്പിച്ചതുകൊണ്ടാണ് ഇന്നൊരു തുറന്ന പുസ്തകമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഒന്നും പ്രശംസിക്കാനില്ല. ഇതെല്ലാം ദൈവകൃപ മാത്രം. ഞാൻ എന്നും ദൈവത്തോട് ചോദിക്കുന്ന ഒരു വിഷയം, എൻ്റെ വേല തീർന്നില്ലേ, എന്നെ വിളിക്കാറായില്ലേ എന്ന് ഞാൻ ചോദിക്കാൻ, എന്നെ വിളിക്കണേന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഇവിടെ വന്നിട്ടും, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 76-ൽ വന്നതാണ്. ഈയിടെ അമേരിക്കയിലെ ഒന്നും തന്നെ എന്നെ ആകർഷിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ മലയാളം വേദം, ഞാൻ പറഞ്ഞല്ലോ, ഈ മലയാളം വേദോസ്തവമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഈ മലയാള വേദോസ്തം, മലയാളം ഞാൻ മറന്നില്ല. പലരും കേരളം വിട്ട് 1 വർഷം കഴിയുമ്പോഴേക്കും മലയാളം കുറയ്ക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഇതുവരെ മലയാളം മറന്നിട്ടില്ല. മലയാളമാണ് വായിക്കുന്നത്. നമ്മുടെ കേരള ഭക്ഷണമാണ് എനിക്കിഷ്ടം. ചില ചോറും ചില കറിയും ചില അച്ചാറും ഉണ്ടെങ്കിൽ സമൃദ്ധിയായി. ഇവിടെ പലവിധമായ ഭക്ഷണങ്ങൾ, പിസയുണ്ട്, ചിക്കനുണ്ട്, അതുണ്ട്, ഇതുണ്ടൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഒരു ഭക്ഷണപ്രിയനായിരുന്നു. എൻ്റെ ഭർത്താവ് ആഡംബരപ്രിയനായിരുന്നു. എന്നാൽ ഇന്ന് വരെ ഒരാഡംബരത്തിനും ഞാൻ വകവെച്ച് കൊടുത്തിട്ടില്ല. ആഡംബരം വിലയേറിയ സാരികളൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. പുള്ളി മരിച്ചപ്പോൾ അതെല്ലാം കഴിച്ചുകൂട്ടി ഞാൻ തൃശ്ശൂർ രഹോവത്തിൽ കൊണ്ട് കൊടുക്കുക ചെയ്തത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ എന്നെ ഇന്നൊരു തുറന്ന പുസ്തകമാക്കി നിങ്ങളുടെ മുമ്പാകെ നിർത്തിയത് എൻ്റെ കർത്താവിൻ്റെ കൃപ. ഈ അദ്ദേഹത്തോടുകൂടെ കല്യാണം കഴിച്ചപ്പോൾ എൽസി ബേബിയുടെ ഭർത്താവായിരുന്നെങ്കിൽ അവസാനം ഞാൻ ബേബി മാത്യൂസിന്റെ ഭാര്യയായി തീർന്നു. അതുപോലെയുള്ള വ്യത്യാസം ഉണ്ടായി. ഇന്ന് എൻ്റെ ഭർത്താവിനെ അറിയാത്തവരാരും അമേരിക്കയിലില്ല.
അമേരിക്കയിലുള്ള വിശ്വാസികൾക്കെല്ലാം ബേബി മാത്യൂസ് പ്രശസ്തനായ ഒരു മനുഷ്യനായി തീർന്നു. നല്ലൊരു മനുഷ്യൻ എന്നല്ലാതെ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലൊരു മനുഷ്യൻ എന്നല്ലാതെ ആരും എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു തെറ്റ് പോലും ഒരു കുറ്റം പോലും, ആഡംബരപ്രിയനായിരുന്നു, പുള്ളി പരിഷ്കാരിയായിരുന്നു, അതൊക്കെ പോട്ടെ, അത് പുള്ളിക്ക് അതുണ്ടായിരുന്നു, ദൈവം കൊടുത്തു, അത്രയേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ആകാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ, എന്നാൽ ഇനിയും തൻ്റെ ഭർത്താവ് മരിച്ച ഞാനൊരു വിധവയായി തീർന്നു. ഒരു വിധവ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ഞാൻ തനിച്ചായല്ലോ എന്നൊരു പ്രയാസം എനിക്കുണ്ടായി. എന്നാൽ എൻ്റെ ഒരു മകള് പോയി. ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും എൻ്റെ മകൻ ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്തെങ്കിലും ആ പെൺകുട്ടി, എൻ്റെ മരുമകളെന്ന് എനിക്ക് പറയാൻ ഇഷ്ടമില്ല, നയോമിയൻ ഊത്തെന്ന് പറയത്തക്ക പോലെ തന്നെ ഇന്നും ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹമായിട്ടാണ് എൻ്റെ മരുമകൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ അവളെ ഒരു മകളെ പോലെ, അവള് എനിക്ക് മകൾ തന്നെയാണ്, മകളെ പോലെയല്ല, എനിക്ക് മകളായിട്ട് തന്നെ. അങ്ങനെ അവൾക്ക് മകന് 3 മക്കള്. അതിൽ അവന്റെ മൂത്ത മകള് ലോയറാണ്, വക്കീലാണ് അമേരിക്കയില്. ഇവിടെ അല്ലാതെ അവള് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു മകനാണ്, അവൻ ഡോക്ടറാണ്. അവന് സ്പെഷ്യലായിട്ട് പൾമണറി സ്പെഷ്യലായിട്ട് ചെയ്യുന്നു. മൂന്നാമതൊരു മകനാണ്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ വളരെ ആത്മീയനാണ്. അവൻ പറയുന്നത്, ആദാമിന് ദൈവം വൈഫിനെ ആദാമിന് കൊണ്ട് കൊടുത്തില്ല, അതുപോലെ എനിക്കൊരു വൈഫ് ആവശ്യമാണെങ്കിൽ ദൈവം എനിക്ക് കൊണ്ടുതരും. ഈ അമേരിക്കയിൽ അങ്ങനെ പറയുന്ന എത്ര ആൺപിള്ളേർ കാണും. ഞാൻ പറയുന്നത്, എൻ്റെ മകൻ പിന്മാറ്റത്തിൽ പോയി, മകൻ ദോഷം ചെയ്തെങ്കിലും ദൈവം അവരെ, ആ കുടുംബത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എൻ്റെ മകന് ദൈവം കൊടുത്തു. ഇനി മകളാകട്ടെ, ഗ്ലാഡിസ് കല്യാണം കഴിച്ച് നാട്ടിലാണ്. ഞങ്ങൾ ആകെ അവളെയും കൊണ്ട് നാട്ടിലൊരു പ്യൂർ മലയാളിയാണ്. റോജേഴ്സിനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല. പലരും ഞങ്ങളോട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു, ഇനി ഇങ്ങനെയുള്ളവരെ കിട്ടുമോ? അത്രയ്ക്ക് നല്ലൊരു ഭവൻ. അവൻ ഇവിടെ, ഞങ്ങളൊരു അമേരിക്കൻ അസംബ്ലിയിലാണ് പോകുന്നത്, അവിടുത്തെ എൽഡറാണ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? അങ്ങനെ അവരുടെ ജീവിതം, ഗ്ലാഡിസും പഠിച്ചു, അവൾക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. എന്നാൽ ഒരു വർഷത്തിന് മുമ്പ് അവൾക്കും ക്യാൻസർ, അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. കരഞ്ഞുപോയി, ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ദൈവം അവിടെയും ഞങ്ങളെ സഹായിച്ചു. സർജറി കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് അവിടെ ഈയിടെയായിട്ട് ചെവിയുടെ പിറകിലൊരു ഗ്രോത്ത്, അതും ക്യാൻസർ ആയിരുന്നു, അതും സർജറി കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് തളർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവമക്കൾക്ക് ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പാകെ കുടുംബമായിട്ട് ഒരു സാക്ഷ്യമായിട്ട് ദൈവം ഞങ്ങളെ നിർത്തി. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലായിരുന്നപ്പോഴും ഇവിടെ വന്നിട്ടും നല്ലൊരു സാക്ഷ്യമുള്ള ഒരു കുടുംബം. ഞങ്ങളെ നോക്കിക്കൊണ്ട് പലരും അസൂയപ്പെടത്തക്ക വിധത്തിലുള്ള സാക്ഷ്യമാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും റോജേഴ്സ്, എൻ്റെ മരുമകൻ, ഈയിടെ കഴിഞ്ഞ ഒന്ന് വീണു, അവൻ്റെ തോളിൽ ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഈയിടെ നോക്കിയപ്പോൾ മറ്റേ തോളിനും സർജറി ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ 3 ഫ്രിഡ്ജ് നിറച്ച് ഭക്ഷണമാണ്. ഞങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. സഹോദരിമാരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. മകൾക്ക് ക്യാൻസർ ഫ്രീ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് വേദനകൾ കൊണ്ട് അവൾക്കും നല്ലൊരു ജോലിയാണ്, ജോലി ചെയ്യുന്നുണ്ട്. അവൾ മാത്രമേ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ. അങ്ങനെ സന്തോഷമായിരിക്കുന്നു. അവൾക്കും 2 മക്കളാണ്. 2 ഒരു മകനും ഒരു മകളും. അവർക്കല്ല ഈ 2 മക്കള്. 9 ഗ്രേറ്റ് ഗ്രാൻഡ്സ്, 9 ഗ്രേറ്റ് ഗ്രാൻഡ്സ്. ഞാനൊരു മുത്തച്ഛയാണ്. 9 ഗ്രേറ്റ് ഗ്രാൻഡ്സ് ഉള്ള ഒരു മുത്തച്ഛയായിട്ട് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹങ്ങൾ കാണുവാൻ, അതുങ്ങളുടെ സന്തോഷം കാണുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര അനുഗ്രഹമാണ്! ഞാൻ എങ്ങനെ പറഞ്ഞു തീർക്കും? എങ്ങനെ ഞാൻ ഇതെല്ലാം പറഞ്ഞു തീർക്കും? ദൈവം ചെയ്ത ഉപകാരങ്ങൾ. കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടെങ്കിലും കർത്താവ് ഞാൻ ഹെസ്കിയ പറഞ്ഞതുപോലെ, എന്നെ കഷ്ടതയിലായത് എനിക്ക് നന്നായി എന്ന് പറയത്തക്കതുപോലെ കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോയി
ദൈവം എനിക്ക് അതൊക്കെ അനുഗ്രഹമാക്കി തീർത്തു. അനേക പാട്ടുകൾ പാടാൻ എനിക്ക് കൃപ തന്നു. ഇന്ന് പാടിയ പാട്ടൊക്കെ, ആ സ്നേഹത്തിനിടയനായ യേശു എന്നുള്ള പാട്ടൊക്കെ ചെറുപ്പത്തിലെ വല്യപ്പച്ചൻ ഞങ്ങളെ കൊണ്ട് പാടിപ്പിച്ച നാഗൽ സാഹിബിന്റെ എല്ലാ പാട്ടുകളും ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, എനിക്ക് എൻ്റെ ശരീരത്തിൽ 8-9 ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ 2 കണ്ണിൻ്റെ കാറ്ററാക്ട് കഴിഞ്ഞു, പിന്നെ ഒരു സർജറി കഴിഞ്ഞു, ടോൺസിൽസ് എടുത്തു കഴിഞ്ഞു. എൻ്റെ കഴുത്തിൽ വലിയൊരു ട്യൂമർ ഉണ്ടായിരുന്നു, അകത്തായിരുന്നു വളർന്നത്. അറിഞ്ഞില്ല, നോക്കിയപ്പോൾ ഒരു ട്യൂമർ, അത് ക്യാൻസർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കണ്ടിച്ചെടുത്തപ്പോൾ ക്യാൻസർ ഒന്നും അല്ലായിരുന്നു. സ്തോത്രം. അനേകർ പ്രാർത്ഥിച്ചു. എൻ്റെ ശബ്ദം, എനിക്ക് ഒച്ചത്തിൽ പാടാനുള്ള ശബ്ദം കുറഞ്ഞു. എന്നാലും പാടാം. പലരുടെയും തൊണ്ടയിലെ ഇത് കഴിയുമ്പോൾ സാധാരണ തൊണ്ടയിൽ ശബ്ദം പോവുകയാണ് പതിവ്. എനിക്ക് ശബ്ദം പോയില്ല. സാമാന്യം പാടാനൊക്കെ കൃപ ദൈവം തന്നു. സംസാരിക്കാനുള്ള ശബ്ദം ദൈവം തന്നു. ഞാൻ പല സർജറികൾ കഴിഞ്ഞ് എൻ്റെ മുട്ടിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. വേദനകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും, നിങ്ങളുടെ മുമ്പാകെ ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും എൻ്റെ ശരീരത്തിൽ ബലഹീനതകളൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം, നടക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, കാണാം, കേൾക്കാം, എല്ലാം. ഇത്രത്തോളം കർത്താവിനെ സഹായിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനേക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എഴുതി തീർക്കത്തക്ക അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പലരും എന്നോട് 8 പുസ്തകം ഞാൻ എഴുതി, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഡിവോഷൻ, ഡെയിലി ഡിവോഷൻ. ഞാനൊരു ഇംഗ്ലീഷിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു അത് പിന്നെ മിക്കവാറും നവംബറായി തീർക്കണം. തീർത്ത് അതും കൂടെ ഒന്ന് പരസ്യം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് വായിക്കുന്നവർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി. കാരണം ഞങ്ങൾ 9 മക്കളിൽ 6 മക്കളും അവരുടെ 60 വയസ്സിന് താഴെ പോയി. മൂത്ത എൻ്റെ ബ്രദറാണ് പൗലോസ് തുടിയൻ, നിങ്ങൾക്കറിയാം, സഹോദരനും പോയി. എൻ്റെ ഇളയ ഇളയ അനുജത്തി അവളൊരു ഡിവോഷണൽ ബുക്ക് എഴുതി. അവള് ഇങ്ങനെ ക്യാൻസർ ആയിരുന്നപ്പോൾ അവളോട് ഞാൻ പറഞ്ഞേടി, നിന്റെ അനുഭവങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ നീ എന്നോട് ഒരു മോളല്ലേ വലിയ എഴുത്തുകാരി, അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ അവൾ 366 ഡിവോഷൻ എഴുതി മലയാളത്തിൽ. പുഞ്ചിരിക്കൂ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ആ പുസ്തകം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് കിട്ടിയോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് ദൈവം അവളുടെ ഓർമ്മയ്ക്കായിട്ട് അത് വായിക്കുന്നവർക്ക് വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഡിവോഷൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർത്താൽ അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അത് പ്രിന്റ് ചെയ്യണം. അത് ഒരു പുസ്തകമായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരണം. നിങ്ങൾ ആദ്യം പറഞ്ഞ ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നെ ഇത്രോളം കൊണ്ടുവരാൻ ഞാനാര്? എനിക്ക് എന്താണുള്ളത്? എന്നിൽ ഒരു നന്മയും ഉണ്ടായിരുന്നില്ല. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് ഇനിയും ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാനെന്ന് പാടിക്കൊണ്ടാണ് ഞാൻ എന്നും നടക്കുന്നത്. എന്നെ കർത്താവ് വിളിക്കുന്നോ ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ മക്കളോട് പറഞ്ഞോണ്ട് ഞാൻ പോകുമ്പോൾ എന്നെ പിടിച്ചു നിർത്തി, എന്നെ ഒന്നും പിടിച്ചു നിർത്തണ്ട, എന്നെ അങ്ങ് ഉന്തി വിട്ടാ മതി, ആരും കരയണ്ട, സന്തോഷിച്ചാൽ മതി, സന്തോഷിക്കുക. എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എൻ്റെ കർത്താവിനോടൊപ്പം പോകാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും, എന്നാൽ കറ്റ ആർപ്പോടും സന്തോഷത്തോടും കൂടെ കൊയ്യും. ക്രിസ്തീയ ജീവിതം വിത്ത് പോലെ കരഞ്ഞുകൊണ്ട് വിതയ്ക്കപ്പെടുന്നതാ, കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നതാ, കണ്ണുനീരോടെ വിതയ്ക്കുന്നതാ. എന്നാൽ ഒരിക്കൽ അത് ആർപ്പോടെ കൊയ്തെടുക്കുന്ന ഒരു നിത്യത നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് പ്രത്യാശാജനകമായ വാക്കുകളിലൂടെ നാം കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയ ആന്റിയുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമേ ഇതായിട്ടുള്ളൂ. ഇനിയുമുണ്ട് അനേക ജീവിതങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവ കുറിപ്പുകൾ ഇനിയുമുണ്ട്. നമുക്ക് ദൈവാനുവദിച്ചാൽ വീണ്ടും കേൾക്കാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി തരട്ടെ. വളരെ പ്രത്യാശയോടെയാണ് നാം ഒക്കെ ദൈവസന്നിധിയിലായിരുന്നു. ദൈവം പ്രിയ ആന്റിയെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോബി ജോണാസ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ
വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റിനുമായി മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാംഗുരിയച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ മീറ്റിങ്ങിലും എൽസിയാൻഡിയുടെ ഒരു പ്രസൻസ് ഉണ്ട്, ഞങ്ങൾ എപ്പോഴും സന്തോഷിക്കാറുണ്ട്. എന്നാൽ ഇന്ന് എൽസിയാൻഡിയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇവിടെ വരുത്തി. അതിനായിട്ട് ദൈവത്തെ വളരെയധികം സ്തുതിക്കുകയാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ദൈവം നടത്തിയ വഴികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുന്നവർക്ക് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് വലിയൊരു സന്തോഷം ഉണ്ടാകും, ഒരു ആവേശം ഉണ്ടാകും. ആന്റി പറഞ്ഞതുപോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടിയാണ് നടന്നെങ്കിലും ദൈവം ധാരാളമായിട്ട് കൃപ കൊടുത്തു. തലമുറയെ കാണുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചു. അതെല്ലാം ഈ സാക്ഷ്യത്തിൽ കൂടി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എൽസിയാൻഡിയുടെ സാക്ഷ്യം നമുക്കിന്നൊരു അനുഗ്രഹമായിരുന്നു. ഇനി ഇത് കേൾക്കാനിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. നമുക്ക് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് കേൾക്കുവാനും നമ്മുടെ ദൈവം ചെയ്ത ആ കരുതലിനെ ഒന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കുവാനും എല്ലാം ദൈവം ഇവിടെ വരുത്തില്ലെന്ന് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ആന്റിയുടെ പ്രസൻസ് ഇന്ന് വളരെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷമായി തീർന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം തരുവാൻ തക്കോണം ദൈവം ഇവിടെ വരുത്തി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആന്റി ഞങ്ങളുടെ കാലൂർനാഥ് മിനിസ്ട്രിയുടെ സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതിനുശേഷം അതിനു മുമ്പായിട്ട് ജെയിംസ് കൊടുന്നര സഹോദരൻ മൂലം 2 അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് കേൾപ്പാൻ ദൈവം ഇവിടെ വരുത്തി. പ്രിയ സഹോദരനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ ധാരാളം പാട്ടുകൾ കർത്താവിനായിട്ട് പാടുവാൻ തക്കവണ്ണം ദേവദാസനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഓർക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മിനിസ്ട്രി ഓർത്ത് നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും സ്നേഹമാണ് ഈ മിനിസ്ട്രി ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് മുമ്പോട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇവിടെ വരുത്തിയത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. ആസാമിന്റെ കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദരൻ ജോബി ജോൺ അവർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്കിപ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ, അവൻ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കാൽവരിനാഥം മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേകിച്ച് എൽസിയാൻഡിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ ദാസിയെ ഒരു അനുഗ്രഹമായി അങ്ങ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ അങ്ങ് ഇടയാക്കിയതിനാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത വണ്ണം അത്ര വലിയ നന്മകൾ ആന്റിയുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നപ്പോഴും എപ്പോഴും പ്രാർത്ഥിപ്പാനും എപ്പോഴും സ്തോത്രം ചെയ്യാനും സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷിപ്പാനും കർത്താവെ അങ്ങ് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. കർത്താവെ, ഒരുപാട് അനുഭവങ്ങളെ അങ്ങ് നൽകി കർത്താവെ. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, കർത്താവ് രോഗങ്ങൾ, കർത്താവ് അതിന്റെ എല്ലാം മധ്യത്തിൽ അങ്ങയുടെ നാമം ഉയർത്തുവാൻ അങ്ങ് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേകർക്ക് സാക്ഷ്യമായി അങ്ങ് നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ആശ്വാസമായി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ കണ്ണുനീരെ തുടയ്ക്കുവാൻ അങ്ങ് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വേലയിൽ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേകരുടെ ആവശ്യങ്ങളിൽ കൂടെ നിർത്തുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളുടെ ദാസിയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായി കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർക്ക് വേണ്ടി കർത്താവെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഒരു സാക്ഷ്യമായി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആഗ്രഹങ്ങളെ സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഡിവോഷണൽ ബുക്സ് എഴുതുവാൻ ആഗ്രഹിക്കുന്നു. അതാവത് കംപ്ലീറ്റ് ചെയ്യുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന മകളെ അങ്ങ് സൗഖ്യമാക്കണമേ, തൊടണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആന്റിക്ക്
ആന്റിക്ക് വേണ്ടതായ ക്ഷേമവും സൗഖ്യവും ഇനിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ കേട്ട സാക്ഷ്യം കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനക്കടത്തിനായി സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും പ്രത്യേകിച്ച് അങ്ങയുടെ ദൈവത്തിന്റെ ദാസി ആന്റിയോട് കൂടെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.